വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ IBCയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. IBCക്കകത്ത് ആർക്കൊക്കെയാണ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെയും സെപ്പറേറ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഓപ്പറേഷണൽ ക്രെഡിറ്റേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ് ഡെപ്റ്റർ ഇറ്റ്സെൽഫ് കമ്പനിക്ക് തന്നെ ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കാം അല്ലേ. അങ്ങനെയുള്ള പ്രോസസ്സുകളാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ നമ്മൾ ആ പ്രോസസ്സ് കൊടുത്ത അപേക്ഷ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്വീകരിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളൊരു 7 ഡേയ്സിൻ്റെയും 10 ഡേയ്സിൻ്റെ ഒക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ ഓപ്പറേഷണൽ ക്രെഡിറ്ററോ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് ഡെപ്റ്ററോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന അപേക്ഷ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രോസസ്സ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഏതാ? കമ്പനീനെ ഇൻസോളൻ്റ് ആവാൻ പോകുന്ന കമ്പനീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യാൻ പോകും. ഓക്കെ, സോ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിനു മുമ്പുള്ള വീഡിയോസ് നല്ലപോലെ കണ്ട് അത് മനസ്സിലായാലേ ഇനിയുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. സോ ഇതിനു മുമ്പുള്ള വീഡിയോസ് നല്ലപോലെ കാണുക. ഓപ്പറേഷൻ ക്രെഡിറ്റർ എന്താണ്, ഫിനാൻഷ്യൽ ക്രെഡിറ്റർ എന്താണ്, കോർപ്പറേറ്റ് ഡെപ്റ്റർ എന്താണ്, ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ലിമിറ്റ് ഫോർ കംപ്ലീഷൻ ഓഫ് കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്. നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ദാറ്റ് മീൻസ് കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത് 150 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണം അല്ലേ. അവിടെ ഒരു 90 ഡേയ്സിന്റെ ഒരു എക്സ്റ്റൻഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു തവണ മാത്രമേ കിട്ടുള്ളൂ, അത് 90 ഡേയ്സേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സെക്ഷൻ 12-നകത്തും ഈ പറഞ്ഞിരിക്കുന്ന ഈ ടൈം ലിമിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ നോക്കി, ദ ടൈം ലിമിറ്റ് ഫോർ കംപ്ലീഷൻ ഓഫ് കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ process. The first one, the application to initiate corporate insolvency resolution process is admitted by the adjudicating authority. That means ഈ പറഞ്ഞ ക്രെഡിറ്റേഴ്സ് കൊടുത്തിരിക്കുന്ന അപേക്ഷ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്വീകരിച്ചു. ആൻഡ് ദ മാക്സിമം പീരീഡ് ഓഫ് 180 ഡേയ്സ് എത്രയാ? 150 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യണം. മാൻഡാറ്ററി ആണ്, നിർബന്ധമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദ കംപ്ലീഷൻ ഓഫ് CIRP. മനസ്സിലായി? സോ എക്സ്റ്റൻഷൻ എന്താണ്? ഒരു 90 ഡേയ്സിന്റെ എക്സ്റ്റൻഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. സോ എക്സ്റ്റൻഷൻ എന്താണ്, ഏതൊക്കെ സാഹചര്യങ്ങളാണ് എക്സ്റ്റൻഷൻസ് പോസിബിൾ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ആസ് പെർ സെക്ഷൻ 12 നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത് 180 ഡേയ്സിനുള്ളിൽ തീർക്കണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഓക്കെ, എക്സ്റ്റൻഷൻ ഓഫ് ടൈം. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞതുപോലെ ആ 90 ഡേയ്സിന്റെ എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടും. പക്ഷേ കിട്ടണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യത്തെ നോക്കി, ദ മീറ്റിംഗ് ഓഫ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, റെസൊല്യൂഷൻ പ്രപ്പോസ്ഡ്. ദാറ്റ് മീൻസ് ഇൻസ്ട്രക്ട് ദ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ടു അപ്ലൈ ഫോർ ദ എക്സ്റ്റൻഷൻസ് ഓഫ് ദ ടൈം. മനസ്സിലായി? അതായത് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ആ മീറ്റിംഗിനകത്ത് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ റെസൊല്യൂഷൻ മുഖേന ഈ പറഞ്ഞ ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആരാണോ ആ റെസൊല്യൂഷൻ പ്രൊഫഷണലോട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ പറയണം. എന്തിനു വേണ്ടിയിട്ടാ? ഓക്കെ, resolution passed by a voting of 66% of the shares. That means ആ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്തുള്ള 66% വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ആൾക്കാരും ഈ പറഞ്ഞിരിക്കുന്ന എക്സ്റ്റൻഷന് വേണ്ടി അനുകൂലിക്കണം. അങ്ങനെയാണെങ്കിൽ RP റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഫയൽ ദ അപ്ലിക്കേഷൻ ടു ദ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഫോർ എക്സ്റ്റൻഷൻ ഓഫ് ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 66% വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ആൾക്കാരും ഇത് ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെസൊല്യൂഷൻ പ്രൊഫഷണൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് എന്ത് കൊടുക്കും? ഈ പറഞ്ഞ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കും. അവിടെ ദ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഈസ് സാറ്റിസ്ഫൈഡ്, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സാറ്റിസ്ഫൈഡ് ആവണം ഓർഡർ ഓഫ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ടൈം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആപ്ലിക്കേഷനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഒരു എക്സ്റ്റൻഷൻ കൊടുക്കും. അത് എത്ര ദിവസമുള്ളൂ? മാക്സിമം 90 ഡേയ്സ്. അത് വൺസ്, ഒരു തവണ മാത്രമേ കൊടുക്കുള്ളൂ. മനസ്സിലായോ? സോ പറഞ്ഞ കാര്യം, ആസ് പെർ സെക്ഷൻ 12 ഈ പറഞ്ഞിരിക്കുന്ന റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത് സെക്ഷൻ 12 പ്രകാരം 180 ഡേയ്സിനുള്ളിൽ തന്നെ തീർക്കണം. ഈ പറഞ്ഞതുപോലെ എക്സ്റ്റൻഷൻ കിട്ടും 90 ഡേയ്സ് വൺസ്. 90 ഡേയ്സിന്റെ എക്സ്റ്റൻഷൻ കിട്ടും. പക്ഷെ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് വിളിച്ചു കൂട്ടിയിട്ട് ആ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ 66% വോട്ടിംഗ് ഷെയർ ഉള്ള ആൾക്കാർ അനുകൂലിക്കുകയാണെങ്കിൽ, ആ റെസൊല്യൂഷൻ ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ ഈ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് റെസൊല്യൂഷൻ പ്രൊഫഷണലോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ആരെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിനെ സമീപിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം ആ 66% വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന റെസൊല്യൂഷൻ പ്രൊഫഷണൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുക്കുള്ളൂ.
നമ്മൾ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ റെസൊല്യൂഷൻ പ്രൊവിഷനിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷയ്ക്കകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫാക്ടറി ആണെന്ന് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് തോന്നുകയാണെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ത് ചെയ്യും ഈ പറഞ്ഞിരിക്കുന്ന റെസൊല്യൂഷൻ പ്രൊവിഷനിൽ ഒരു 90 ഡേയ്സും കൂടെ ചെയ്യും. ഓക്കെ, സോ ഇതാണ് പ്രോസസ്സ്. ഇത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് വൺ നോക്കി, ദ വിഡ്രോവൽ ഓഫ് അപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 12A. ദാറ്റ് മീൻസ് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും വിളിച്ചുകൂടി നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞിരിക്കുന്ന അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു അപേക്ഷ കൊടുത്തു. ഓക്കെ, റെസൊല്യൂഷൻ പ്രൊവിഷനിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സോ ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഡെപ്റ്ററോ ഒരു അപേക്ഷ ആർക്ക് കൊടുത്തു, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്തു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആ അപേക്ഷ സ്വീകരിച്ചു. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ കൊടുത്ത ആൾക്കാർക്ക് തന്നെ എന്ത് ചെയ്യാം, ഈ കൊടുത്തിരിക്കുന്ന അപേക്ഷ വിഡ്രോ ചെയ്യാം. മനസ്സിലായി? ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു ഗ്യാങ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കുറേ അധികം പൈസ തരാനുണ്ട്. സോ നമ്മളെല്ലാവരും കൂടെ എ ലിമിറ്റഡിനെ സമീപിക്കുന്നു. എ ലിമിറ്റഡ് പൈസ ഇല്ല, തരാൻ ഒന്നും നിവർത്തിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്യാങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ ഗ്യാങ് ആയിട്ടുള്ള എല്ലാവരും കൂടെ ചേർന്ന് അപേക്ഷ ആർക്ക് കൊടുക്കുന്നു, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുക്കുന്നു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അപേക്ഷ സ്വീകരിച്ച് CIRP ചെയ്തോളാൻ, കോർപ്പറേറ്റ് ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്ന സാധനം ചെയ്തോളാൻ വേണ്ടി ഉത്തരവിടുന്നു. പക്ഷേ ഇനി പറയുന്ന സാഹചര്യം ഓക്കെ ആണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അപേക്ഷ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ നോക്കി, ദ application for the withdrawal is made with the approval of 90% of the voting share of the committee of creditors. Committee of creditors ന്റെ 90% വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എന്ത് ചെയ്യാം, ഇത് വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കുക. മനസ്സിലായി? എന്തായിരുന്നു ഈ പറഞ്ഞതുപോലെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് വിളിച്ചു ചേർക്കുന്നു. ആ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്ത് 90% വോട്ടിംഗ് ഷെയർസ് ആൾക്കാരും പറയുകയാണ് ഓക്കെ, കൊടുത്തിരിക്കുന്ന അപേക്ഷ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വാങ്ങിക്കാം. അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന അപേക്ഷ നമുക്ക് വേണ്ടാന്ന് വെക്കാം, നമുക്കത് റിട്ടേൺ ചെയ്യാം. അങ്ങനെ റിട്ടേൺ ചെയ്യണമെങ്കിലും എത്ര ശതമാനം, 90% ഓഫ് വോട്ടിംഗ് ഷെയർസ് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോക്കകത്ത്. നമുക്ക് കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്താണെന്നും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാം. ഇപ്പം ഇത് മാത്രം നിങ്ങൾ ആലോചിക്കുക, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സിനകത്തുള്ള 90% ആൾക്കാരും ഓക്കെ ആണ് എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കൊടുത്തിരിക്കുന്ന അപേക്ഷ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ നോക്കി, ഡിക്ലറേഷൻ ഓഫ് മൊറട്ടോറിയം ആൻഡ് പബ്ലിക് അനൗൺസ്മെന്റ് ആസ് പെർ സെക്ഷൻ 30. സെക്ഷൻ 30 പറയുന്നത് 3 കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, റെസൊല്യൂഷൻ പ്രൊവിഷണൽ എന്ത് തുടങ്ങിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന അപേക്ഷ സ്വീകരിച്ച് റെസൊല്യൂഷൻ പ്രൊവിഷണലിനോട് എന്ത് ചെയ്തോളാൻ പറഞ്ഞു, ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അതിനാണ് നമുക്ക് 180 ഡേയ്സ് പറഞ്ഞേ. സെക്ഷൻ 12A പ്രകാരം എക്സ്റ്റൻഷൻ ഓഫ് ടൈമും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേ. ഇവിടെ പറയുന്നത് ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രൊവിഷണൽ വന്ന് കോർപ്പറേറ്റ് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ആസ് പെർ സെക്ഷൻ 13 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. സെക്ഷൻ 14, സെക്ഷൻ 15, സെക്ഷൻ 16. ഓക്കെ, സോ സെക്ഷൻ 30 നമ്മളോട് ആ 3 കാര്യങ്ങൾ പറയുന്നത്. നോക്കി, ദ ഡിക്ലറേഷൻ ഓഫ് മൊറട്ടോറിയം ആൻഡ് പബ്ലിക് അനൗൺസ്മെന്റ് ആസ് പെർ സെക്ഷൻ 13 പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. അപ്ലിക്കേഷൻ ഈസ് അഡ്മിറ്റഡ് ബൈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അണ്ടർ സെക്ഷൻ 7, 9, 10. അതായത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നമ്മൾ കൊടുത്തിരിക്കുന്ന ഫിനാൻഷ്യൽ ക്രെഡിറ്ററോ ഓപ്പറേഷണൽ ക്രെഡിറ്ററോ കോർപ്പറേറ്റ് ഡെപ്റ്ററോ കൊടുത്തിരിക്കുന്ന അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം ആസ് പെർ സെക്ഷൻ 13 3 കാര്യങ്ങളാണ് ചെയ്യാൻ പോണേ. ദ ഫസ്റ്റ് വൺ, ദ മൊറട്ടോറിയം ബൈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അണ്ടർ സെക്ഷൻ 14. ദാറ്റ് മീൻസ് കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് പ്രഖ്യാപിക്കുക, മൊറട്ടോറിയം പീരീഡ് അങ്ങ് പ്രഖ്യാപിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ എ ലിമിറ്റഡ് ആണ് കോർപ്പറേറ്റ് ഡെപ്റ്റർ എങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആദ്യമേ ചെയ്യുന്നത് ആ കോർപ്പറേറ്റ് ഇൻഷുറൻസ് റെസൊല്യൂഷൻ പീരീഡിനകത്ത് 180+90 എങ്ങനെയാണോ ആ കാലയളവിൽ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മൊറട്ടോറിയം പീരീഡ് പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, പബ്ലിക് അനൗൺസ്മെന്റ്. ഇങ്ങനെ ഒരു കമ്പനി കോർപ്പറേറ്റ് ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്രോസസ്സ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചേർത്ത് ആസ് പെർ സെക്ഷൻ 15 പബ്ലിക് അനൗൺസ്മെന്റ് നടത്താൻ പോകുന്നു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് ഇതെല്ലാം ചെയ്യണേ. ആൻഡ് IRP ഈസ് അപ്പോയിന്റഡ് ബൈ ദ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അണ്ടർ സെക്ഷൻ 16. ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ് അല്ലെങ്കിൽ ഇന്ററിം റെസൊല്യൂഷൻ പ്രോസസ് ആര് അപ്പോയിന്റ് ചെയ്യുന്നു, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ ഇൻസോളൻസി റെസൊല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. ആസ് പെർ സെക്ഷൻ 12 ടൈം ലിമിറ്റ് ആണ് പറഞ്ഞത്. ഇനി അതെല്ലാം ഓക്കെ ആണ്, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആസ് പെർ സെക്ഷൻ 13 സെക്ഷൻ 14 പ്രകാരം മൊറട്ടോറിയം പീരീഡും സെക്ഷൻ 15 പ്രകാരം പബ്ലിക് അനൗൺസ്മെന്റും സെക്ഷൻ 16 പ്രകാരം ഇന്ററിം റെസൊല്യൂഷൻ പ്രോസസ്സിനെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അപ്പോയിന്റ് ചെയ്യും ചെയ്യും. സിറ്റുവേഷൻ മനസ്സിലായി? ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, ആസ് പെർ സെക്ഷൻ 14 കോൺസിക്വൻസസ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് മൊറട്ടോറിയം ആസ് പെർ സെക്ഷൻ 14. മൊറട്ടോറിയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മൊറട്ടോറിയം പീരീഡ് എന്ന് വെച്ചാൽ എന്താ, ഈ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കേസോ അല്ലെങ്കിൽ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്യൂവോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കും.
ഈ പറയുന്ന റെസൊല്യൂഷൻ പീരീഡ് എന്ന് പറയുന്നത് തീരുന്നത് വരെ അത് വേണ്ടെന്ന് വെക്കും. സോ ഇവിടെയും അത് തന്നെയാണ് പറയണേ. നോക്കി, ദ പ്രൊഹിബിഷൻ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്യൂട്ട്സ് അഗെയിൻസ്റ്റ് കോർപ്പറേറ്റ് ഡെപ്റ്റർ ആൻഡ് സെക്കൻഡ് വൺ the continuation of pending suits against corporate debtor, execution of any order of any court, tribunal and any other authority, and transferring or disposing of asset, recovering of any property by any owner lesser which is in possession of corporate debtor. Corporate debtor ന്റെ കൈവശമുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസറ്റോ ബാക്കിയുള്ള കാര്യങ്ങളോ അതിന്റെ ഓണറുടെ പൊസഷൻ എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കില്ല. ആൻഡ് എനി ആക്ഷൻ ടു റിക്കവർ എൻഫോഴ്സ് എനി സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഇൻക്ലൂഡിംഗ് എനി ആക്ഷൻ അണ്ടർ സർഫസി ആക്ട് 2002. മനസ്സിലായി? ദാറ്റ് മീൻസ് ആ മൊറട്ടോറിയം പീരീഡിനകത്ത് കമ്പനിക്ക് കുറച്ചും കൂടെ ഫ്രീഡം ആയിട്ട് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഒരു പ്രൊഹിബിഷൻ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇൻഡിവിജ്വലി നോക്കാം. നോക്കി, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്യൂട്ട് അഗൈൻ കോർപ്പറേറ്റ് ഡെപ്റ്റർ. കോർപ്പറേറ്റ് ഡെപ്റ്റർക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള സ്യൂട്ട്സും കാര്യങ്ങളൊന്നും പാടില്ല, നിലവിൽ പെൻഡിംഗ് ഉള്ളതാണെങ്കിലും പാടില്ല. ആൻഡ് എക്സിക്യൂഷൻ ഓഫ് എനി ഓർഡർ ഓഫ് എനി കോർട്ട്, ട്രൈബ്യൂണൽ, എനി അതോറിറ്റിയോ കോർട്ടോ ട്രൈബ്യൂണലോ കമ്പനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ആ ഇൻഷുറൻസ് റെസൊല്യൂഷൻ പീരീഡിനകത്ത് കമ്പനിക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരു തരത്തിലുള്ള ഓർഡറും എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. ആൻഡ് ട്രാൻസ്ഫറിംഗ് ഓർ ഡിസ്പോസിംഗ് അസറ്റ്, കോർപ്പറേറ്റ് ഡെപ്റ്റർ ട്രാൻസ്ഫറോ ഡിസ്പോസിങ്ങോ അസറ്റോ ഒന്നും ചെയ്യാൻ പാടില്ല. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഓണറുടെ വേറെ ഏതെങ്കിലും ഓണറിന്റെ അസറ്റ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെസറിന്റെ അസറ്റ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതിന്റെ പൊസഷൻ അവർക്ക് തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ആൻഡ് ഈ പറഞ്ഞതുപോലെ എനി ആക്ഷൻ ടു റിക്കവർ ഓർ എൻഫോഴ്സ് എനി സെക്യൂരിറ്റി സർഫസ് ആക്ട് പ്രകാരമോ വേറെ ഏതെങ്കിലും പ്രകാരമോ ആരുടെ കൈവശം ഉണ്ടായിരുന്നത് ഈ കോർപ്പറേറ്റ് ഡെപ്റ്ററിന്റെ കൈവശം ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തിരിച്ചെടുത്തുകൊണ്ട് പോകാനും പാടില്ല. ഓക്കെ, ഇത്രയും ഒരു ഫ്രീഡം ഏത് ടൈമിൽ കിടക്കുന്നുണ്ട്? ആ മൊറട്ടോറിയം പീരീഡ് എന്ന് പറയുന്ന ടൈമിനകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, നോ മൊറട്ടോറിയം ഓൺ എസെൻഷ്യൽ സപ്ലൈസ് ഓർ നോട്ടിഫൈഡ് ട്രാൻസാക്ഷൻ. കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. ദാറ്റ് മീൻസ് ഈ മൊറട്ടോറിയം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോൺ പോലെയല്ല. ഓക്കെ, അതായത് കുറേ കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് അല്ലെങ്കിൽ വളരെ കുറച്ച് എക്സെംഷൻസ് നമ്മളോട് പറയുന്നുണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവൂ. ഓക്കെ, സോ മൊറട്ടോറിയം പീരീഡിനകത്ത് ഇന്ന കാര്യങ്ങൾ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പാടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതേപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളിൽ മൊറട്ടോറിയം പീരീഡിനകത്ത് കമ്പനിക്ക് ചെയ്യാം എന്നും കൂടെ പറയുന്നുണ്ട്. നോക്കി, the supply of essential goods or services to the corporate debtor as may be specified under regulation shall not be terminated or suspended or interrupted during the moratorium period. അതായത് എസെൻഷ്യൽ ഗുഡ്സിന്റെ സർവീസസോ എസെൻഷ്യൽ ഗുഡ്സോ അല്ലെങ്കിൽ അതിന്റെ സർവീസസിന്റെ സപ്ലൈയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മുടക്കം വരുത്തേണ്ട ആവശ്യമില്ല. അത് എന്തിനാണെന്ന് കൂടെ പറയുന്നുണ്ട്. നോക്കി, where the resolution professional considers that the supply of goods or services are critical to protect the value of the corporate debtor. അതായത് ആ സപ്ലൈ ഓഫ് ഗുഡ്സോ സർവീസസോ മുടക്കം വരുത്തിയാൽ തീർച്ചയായിട്ടും കോർപ്പറേറ്റ് ഡെപ്റ്ററിന്റെ വാല്യൂ ഇല്ലാതെയാവും എന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്തോളാൻ പറയാം. സപ്ലൈ ഷാൾ നോട്ട് ബി ടെർമിനേറ്റഡ് ഓർ സസ്പെൻഡഡ് അണ്ടർ സെക്ഷൻ 14 സബ്സെക്ഷൻ 2. മനസ്സിലായല്ലോ? സോ മൊറട്ടോറിയം പീരീഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് 14(2) പറയണേ, എസെൻഷ്യൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് വരികയാണെങ്കിൽ അതിന്റെ സപ്ലൈയോ അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസസോ നമുക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ഒരു കേസും കൂടെ പറയുന്നുണ്ട്. അതിനകത്ത് മുടക്കം വരുത്തുകയാണെങ്കിൽ കമ്പനിയുടെ വാല്യൂ തന്നെ ഇല്ലാതെയാവുമെന്ന് ആർക്ക് തോന്നലുണ്ടാവും കൂടെ വേണം, അല്ലെങ്കിൽ ആർക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ടറി വേണം ആ റെസൊല്യൂഷൻ പ്രൊവിഷന് തോന്നും. അങ്ങനെയാണെങ്കിൽ അതിനെ ടെർമിനേറ്റ് ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ നിൽക്കേണ്ട, അതിനെ നമുക്കത് ചെയ്യാൻ പറയാം. ആൻഡ് ദ സെക്കൻഡ് വൺ, okay, the moratorium shall not apply to such a transaction, agreements or other arrangements as may be notified by the central government in consultation with any financial sector regulator as per section 14(3). ഓക്കെ, അതായത് സെക്ഷൻ 14(3) പ്രകാരം ഈ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം ഏതെങ്കിലും ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേഷൻസ് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻസ് പ്രകാരം ഏതെങ്കിലും ആക്ടിവിറ്റീസ് മൊറട്ടോറിയം പീരീഡിനകത്ത് ചെയ്തോളാൻ പറയുകയാണെങ്കിൽ അതും കൂടെ ചെയ്യും. ഓക്കെ, സോ ടൈം ലിമിറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞാൽ സെക്ഷൻ 13 പ്രകാരം 14, 15, 16 ആണ് പറഞ്ഞത്. 14 പറഞ്ഞത് ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കമ്പനിക്ക് ഒരു മൊറട്ടോറിയം പീരീഡ് കൊടുക്കും. ആ മൊറട്ടോറിയം പീരീഡിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, കമ്പനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ്, ഇത് കഴിഞ്ഞാൽ പീരീഡ് ഓഫ് മൊറട്ടോറിയ എത്ര കാലം അല്ലെങ്കിൽ എത്ര നാളത്തേക്കാണ് നമുക്ക് ഈ മൊറട്ടോറിയം പീരീഡിന്റെ ഫ്രീഡം അനുവദിച്ച് കിട്ടുന്നത്? ഓക്കെ, 3 കേസുകളാണ് അവിടെ പറയുന്നത്. ദ ഫസ്റ്റ് വൺ, ദ ഓർഡർ ഓഫ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഡിക്ലെയറിംഗ് മൊറട്ടോറിയം അണ്ടർ സെക്ഷൻ 13. അതായത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സെക്ഷൻ 13 പ്രകാരം മൊറട്ടോറിയം പീരീഡിന് ഓക്കെ ആയി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ദ ഫസ്റ്റ് കേസ്, ഓക്കെ, റെസൊല്യൂഷൻ പ്ലാൻ ഈസ് അപ്രൂവ്ഡ് അണ്ടർ സെക്ഷൻ 31. ദാറ്റ് മീൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു റെസൊല്യൂഷൻ പ്രൊവിഷനിൽ ഇപ്പം ഉണ്ട് അല്ലേ? ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസൊല്യൂഷൻ പ്രൊവിഷനിലുണ്ട്. ആ റെസൊല്യൂഷൻ പ്രൊവിഷനിൽ നമുക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന റെസൊല്യൂഷൻ പ്രോസസ്സിന്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്തു, ഓക്കെ ആണ്, നമ്മൾ അപ്രൂവ് ചെയ്തു.
ഓക്കെ, റെസൊല്യൂഷൻ പ്ലാൻ ഈസ് അപ്രൂവ്ഡ് അണ്ടർ സെക്ഷൻ 31 പ്രകാരം ഈ റെസൊല്യൂഷൻ പ്രൊവിഷനിൽ തന്നിരിക്കുന്ന റെസൊല്യൂഷൻ പ്ലാൻ നമുക്ക് അപ്രൂവ് ചെയ്തു. ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ റെസൊല്യൂഷൻ പ്രൊവിഷനിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇൻസോൾവെന്റ് ആവാൻ പോവുകയാണ്. സോ അവർ തന്നെ അവരുടെ റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് അപ്പോയിന്റ് ചെയ്തു. സോ അവരുടെ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് കുറേ അധികം എമൗണ്ട് ബാധ്യത അവർക്ക് കൊടുത്തു തീർക്കാനുണ്ട്. അങ്ങനെയാണ് അവർ ഇൻസോൾവെന്റ് ആവാൻ പോകുന്നത്. സോ ഞാൻ അവിടെ ടൈം കോട്ടൊക്കെ ഇട്ട് റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് ചെന്ന് ഈ പറയുന്ന ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിനെ എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടി കാര്യങ്ങളെല്ലാം തീർപ്പാടാക്കി 150 ദിവസമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഒരു 100-120 ദിവസത്തിനുള്ളിൽ തന്നെ ഞാനൊരു റെസൊല്യൂഷൻ പ്ലാൻ ആർക്ക് സബ്മിറ്റ് ചെയ്തു? അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്കും ഈ പറയുന്ന ക്രെഡിറ്റേഴ്സിനും കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സിനും എല്ലാവർക്കും സബ്മിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ കൊടുത്തിരിക്കുന്ന ആ പ്രോസസ്സ്, അതിൻ്റെ പ്ലാൻ അവർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ മൊറട്ടോറിയം പീരീഡ് എന്ന് പറയുന്നത് എപ്പോൾ വരെ മാത്രമേ ഉള്ളൂ? എന്നാണോ ഡേറ്റ് അപ്രൂവ് ചെയ്യുന്നത് അതുവരെ ഉള്ളൂ. മനസ്സിലായി? 150 ദിവസമാണ് ഈ പറഞ്ഞിരിക്കുന്ന മാക്സിമം ടൈമെങ്കിലും ഞാൻ 100 ദിവസത്തിനുള്ളിൽ ഇത് സബ്മിറ്റ് ചെയ്തു. ആ സബ്മിറ്റ് ചെയ്ത് 101ാമത്തെ ദിവസം അവർ അത് അപ്രൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 101ാമത്തെ ദിവസം തൊട്ട് മൊറട്ടോറിയം പീരീഡ് അങ്ങ് തീർന്നു. മനസ്സിലായി? 102ാമത്തെ ദിവസം തൊട്ട് കമ്പനിയുടെ നോർമലായി. അപ്പോൾ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സുയോ കേസോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്യും. Okay, and the second situation, order of liquidation is made under section 33. അതായത് എൻ്റെ റെസൊല്യൂഷൻ പ്രോസസ്സിൻ്റെ പ്ലാൻ ഈ പറഞ്ഞിരിക്കുന്ന ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെപ്റ്ററിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ലാസ്റ്റ് ഹോപ്പാണ്. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ, ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അവസാനത്തെ ഒരു ഹോപ്പാണ്. ഓക്കെ, സോ അത് ഓക്കെ ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി ആസ് പെർ സെക്ഷൻ 33 ലിക്വിഡേഷനിലോട്ട് പോകും. അങ്ങനെ ലിക്വിഡേഷനിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ മൊറട്ടോറിയം എന്ന് പറയുന്നത് എന്നാണോ സെക്ഷൻ 33 പ്രകാരം ലിക്വിഡേഷൻ്റെ ഓർഡർ ഇടുന്നത് ആ ഓർഡർ വരെ, ആ ഡേറ്റ് ഓഫ് ഓർഡർ വരെ നമുക്ക് മൊറട്ടോറിയം പീരീഡ് ആയിട്ട് വരും. അത് കഴിഞ്ഞാൽ കമ്പനി നോർമലായിട്ട് പോകും. ആൻഡ് ദ തേർഡ് വൺ, റെസൊല്യൂഷൻ പ്ലാൻ ഈസ് നോട്ട് അപ്രൂവ്ഡ് ആൻഡ് ലിക്വിഡേഷൻ ഓർഡർ ഈസ് നോട്ട് മെയ്ഡ്. ഓക്കെ, അതായത് ഈ പറഞ്ഞതുപോലെ ഞാൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റെസൊല്യൂഷൻ പ്ലാൻ അവർ അപ്രൂവ് ചെയ്തില്ല, അവർ തന്നെ അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങളാൽ അവർ ലിക്വിഡേറ്റ് ചെയ്യാനും തീരുമാനിച്ചില്ല. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് കിട്ടുന്ന മൊറട്ടോറിയം പീരീഡ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് കോർപ്പറേറ്റ് ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്ലാൻ. ഞാൻ എത്ര ദിവസം കൊണ്ടാണോ കോർപ്പറേറ്റ് ഇൻഷുറൻസ് റെസൊല്യൂഷൻ പ്ലാൻ എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് വരെ എന്ത് ചെയ്യാം? കമ്പനിക്ക് മൊറട്ടോറിയം പീരീഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? സോ നമ്മൾ എന്താ പറഞ്ഞേ? സെക്ഷൻ 30 ആണ്. 13 തൊട്ടാണ് നമ്മൾ പ്രോസസ്സ് തുടങ്ങണേ. ആസ് പെർ സെക്ഷൻ 13, 14, 15, 16 എന്നുള്ള 3 സെക്ഷനകത്തുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞത്. ആസ് പെർ സെക്ഷൻ 13 നമുക്ക് മൊറട്ടോറിയം പീരീഡ് ആണ് പറഞ്ഞത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റാത്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആൻഡ് ഇപ്പോൾ ആ മൊറട്ടോറിയം പീരീഡ് എത്ര നാൾ വരെയാണെന്ന് പറഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് വൺ, പബ്ലിക് അനൗൺസ്മെന്റ് ആസ് പെർ സെക്ഷൻ 15. ഓക്കെ, നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, where an application for corporate insolvency resolution process is admitted, adjudicating authority അത് അഡ്മിറ്റ് ചെയ്തു. The adjudicating authority shall cause a public announcement of corporate insolvency resolution process. അതായത് ഈ CIRP എന്ന് പറയുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തപ്പോൾ ആ അപേക്ഷ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്വീകരിച്ചു. ഓക്കെ, നമ്മുടെ സ്ഥിരം എക്സാമ്പിൾ എ ലിമിറ്റഡിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് കൊടുത്തിരിക്കുന്ന അപേക്ഷ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ആസ് പെർ സെക്ഷൻ 15 അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഒരു പബ്ലിക് അനൗൺസ്മെന്റ് അങ്ങ് നടത്തും. ആ പബ്ലിക് അനൗൺസ്മെന്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്ന് അറിയാമോ? ഓക്കെ, ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് കോർപ്പറേറ്റ് ഡെപ്റ്റർ. ആൻഡ് ദ സെക്കൻഡ് വൺ, അതോറിറ്റി വിത്ത് വിച്ച് ദ കോർപ്പറേറ്റ് ഡെപ്റ്റർ ഈസ് രജിസ്റ്റേർഡ്. ഏത് അതോറിറ്റിയുടെ കീഴിലാണ് കോർപ്പറേറ്റ് ഡെപ്റ്റർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന്. ആൻഡ് ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ക്ലെയിംസ്. ഓക്കെ, ഇപ്പം എ ലിമിറ്റഡ് ഇങ്ങനെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് ആവാൻ പോവുകയാണ്. ഓക്കെ, സോ ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ എന്ത് ചെയ്യാൻ പോവാ? ഈ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഈ പറയുന്ന എ ലിമിറ്റഡ് ഏതെങ്കിലും തരത്തിലുള്ള പൈസ തരാനുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ക്ലെയിം ചെയ്യാം. ആൻഡ് ദ പെനാൽറ്റി ഫോർ ദ ഫോൾസ് ആൻഡ് മിസ്ലീഡിംഗ് ക്ലെയിംസ്. ഓക്കെ, ഇനി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി പറയുകയാണ് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനെ ഒരു ക്ലെയിം ചെയ്യാവൂ. അതർവൈസ് ഇനി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നുണ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാത്തൊരു ഡെപ്റ്റ് ഉണ്ടാക്കി കാണിക്കുകയാണെങ്കിൽ ആ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ആ പബ്ലിക് അനൗൺസ്മെന്റിനകത്ത് തന്നെ അത് എഴുതുകയും വേണം. എന്താ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഫാൾസ് സ്റ്റേറ്റ്മെന്റോ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഫാൾസ് ക്ലെയിംസോ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് എത്ര രൂപ വരെ പെനാൽറ്റി ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് IRP, ആരാണ് ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ. അതായത് ഈ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് എ ലിമിറ്റഡിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെയാണ് ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്, അങ്ങേരുടെ ഡീറ്റെയിൽസ്. ആൻഡ് ദ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് CIRP എന്നാണ് ഈ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് തീർക്കാൻ പറയും. മനസ്സിലായോ? സോ ആസ് പെർ സെക്ഷൻ 15
അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഈ അപ്ലിക്കേഷൻ സ്വീകരിച്ച ഉടനെ തന്നെ ഒരു പബ്ലിക് അനൗൺസ്മെന്റ് നടത്തണം. ആ പബ്ലിക് അനൗൺസ്മെന്റിനകത്ത് എ ലിമിറ്റഡ് ആണെന്ന് പറയണം. ഓക്കെ, എ ലിമിറ്റഡ് എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പറയണം. കൂടാതെ ആരൊക്കെയാണ് എ ലിമിറ്റഡിന് പൈസ തന്നിരിക്കണേ, കടം തന്നിരിക്കണേ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് എ ലിമിറ്റഡ് പൈസ കൊടുക്കേണ്ടത്, ആ കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് കാണിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്. ഓക്കെ, ഇനി കാണിക്കുന്നത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന് എത്ര രൂപ പെനാൽറ്റി ഇടാം. ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ആരാണ്, ഇപ്പോൾ ഞാനാണെങ്കിൽ ആരാണ് ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ, ആരാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കണം. ആൻഡ് ദ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് ഇത് തീർക്കാൻ പോകുന്നതെന്ന് പറയണം. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങൾ, ഇതെല്ലാം പ്രോസസ്സ്. ഇപ്പോഴും ആര് ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്ന് പറയുന്ന ആൾ കമ്പനീനെ രക്ഷിക്കാൻ വേണ്ടി കിടന്നിട്ടില്ല. ഓക്കെ, കിടക്കുന്നതിന് മുമ്പ്, അതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോസസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. 13 പറഞ്ഞു, 13നകത്ത് 14, 15, 16 ആണെന്ന് പറഞ്ഞു. അതിനകത്ത് 14 എന്തൊക്കെയാണെന്ന് പറഞ്ഞു, 15നകത്ത് പബ്ലിക് അനൗൺസ്മെന്റ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ആസ് പെർ സെക്ഷൻ 16 അപ്പോയിന്റ്മെന്റ് ഓഫ് ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ. ഇവിടെ നോക്കി, അപ്ലിക്കേഷൻ ഫോർ CIRP. നമ്മൾ ഈ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ആണെങ്കിലും ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആണെങ്കിലും കോർപ്പറേറ്റ് ഡെപ്റ്റർ ആണെങ്കിലും നമുക്ക് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കുന്ന നേരത്ത് അതിനകത്ത് ഒരു പ്രപ്പോസ്ഡ് IRP എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞു. ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്ലിക്കേഷൻ കൊടുക്കുന്ന നേരത്ത് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന പ്രപ്പോസ്ഡ് IRPയുടെ പേര് വെച്ചിരിക്കണം. ആ IRPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എന്തുണ്ടാവാൻ പാടില്ല, ഒരു കേസോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തുള്ള സാഹചര്യങ്ങൾ പറഞ്ഞത്. ദാറ്റ് മീൻസ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് ഓൾറെഡി ആരുടെ പേരുണ്ടാവും, ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ പേരുണ്ടാവും. ആ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് തന്നെ അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായി? സോ നിങ്ങൾ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്, എ ലിമിറ്റഡിന്റെ ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. സോ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന നേരത്ത് എൻ്റെ പേര് ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് നിങ്ങൾ അപ്ലിക്കേഷനകത്ത് കൊടുത്തു. ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് ആണ് പറഞ്ഞത്. ദ ഫസ്റ്റ് വൺ, ദ ഫിനാൻഷ്യൽ ക്രെഡിറ്റർ ഓർ കോർപ്പറേറ്റ് ഡെപ്റ്റർ. ദാറ്റ് മീൻസ് അപേക്ഷ കൊടുത്തിരിക്കുന്ന നിങ്ങൾ ഫിനാൻഷ്യൽ ക്രെഡിറ്ററോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെപ്റ്റർ ഇറ്റ്സെൽഫോ ആണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ക്രെഡിറ്റർക്കും കോർപ്പറേഷണൽ ഡെപ്റ്റർക്കും ഇത് മാൻഡേറ്ററി ആണ്. ആരുടെ പേര് വെക്കണം എന്നുള്ളത്, ഈ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ പേര് വെക്കണം എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. സോ അവർക്ക് ഇത് വെച്ചേ പറ്റൂ. സോ നോക്കിയേ, റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഈസ് പ്രൊപ്പോസ്ഡ് ഇൻ ദ അപ്ലിക്കേഷൻ ഓഫ് IRP ഷാൾ ബി അപ്പോയിന്റഡ് ആസ് IRP. അതായത് നിങ്ങളൊരു ഫിനാൻഷ്യൽ ക്രെഡിറ്ററോ കോർപ്പറേറ്റ് ഡെപ്റ്ററോ ആണെങ്കിൽ നിങ്ങൾ ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് മാൻഡേറ്ററി ആയിട്ട് നിങ്ങളൊരു IRPയുടെ പേര് വെക്കണം. ആ IRPനെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ആരായിട്ട് നിയമിക്കാം, ഈ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് ചെയ്യാൻ പോകുന്ന IRP ആയിട്ട് നിയമിക്കാം. സോ നോക്കിയേ, കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, നോ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ആർ പെൻഡിങ് എഗെയിൻസ്റ്റ് ദ പ്രൊപ്പോസ്ഡ് IRP. മനസ്സിലായോ? അതായത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിനെ തീരുമാനിക്കുന്നത്, നിയമിക്കുന്നത് ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ തീരുമാനിക്കുന്നത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി തന്നെയാണ്. ഇവിടെ പറയുന്നത് നിങ്ങൾ ഓൾറെഡി അപ്ലിക്കേഷൻ കൊടുക്കുന്ന നേരത്ത് ഒരു ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ പേരുണ്ടെങ്കിൽ അങ്ങേരെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കമ്പനിയുടെ ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറയാം. ഒറ്റ കണ്ടീഷനേ പറയുന്നുള്ളൂ, എന്താ, നോ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ആർ പെൻഡിങ് അഗെയിൻസ്റ്റ് IRP. IRPയുടെ പേരിൽ ഒരു തരത്തിലുള്ള ഡിസിപ്ലിനറി പ്രൊസീഡിങ്സും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇവിടെ ഫിനാൻഷ്യൽ ക്രെഡിറ്ററിനെയും കോർപ്പറേറ്റ് ഡെപ്റ്ററിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അവർക്ക് മാൻഡേറ്ററി ആണ്, ഓപ്പറേഷൻ ഡെപ്റ്റർക്ക് അങ്ങനെ മാൻഡേറ്ററി ഇല്ല. അപേക്ഷ കൊടുക്കുമ്പോൾ അത് കൊടുക്കണമെന്നില്ല. ഇവിടെ നോക്കിയേ, ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ് രണ്ട് സാഹചര്യമാണ് പറയുന്നത്. ആദ്യത്തേത്, IRP ഈസ് പ്രൊപ്പോസ്ഡ് ഇൻ ദ അപ്ലിക്കേഷൻ. നോർമലി അവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആണ്, നിങ്ങൾക്ക് ഈ പറയുന്ന IRPയുടെ പേര് അപ്ലിക്കേഷനകത്ത് വെക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ വെച്ച ആളെ തന്നെ എന്ത് ചെയ്യാം, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് IRP ആയിട്ട് നിയമിക്കാം. കണ്ടീഷൻ ഇത്രേ പറയുന്നുള്ളൂ, എന്താ, നോ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് എഗെയിൻസ്റ്റ് ദ പ്രൊപ്പോസ്ഡ് IRP. ഇവിടെ പറഞ്ഞ അതേ കാര്യം. മനസ്സിലായി? ഇനി നിങ്ങൾ ഓപ്പറേഷണൽ ക്രെഡിറ്റർ ആണ്, നിങ്ങൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരാളുടെ പേര് വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഓക്കെ, IRP ഈസ് നോട്ട് പ്രൊപ്പോസ്ഡ് ഇൻ ദ അപ്ലിക്കേഷൻ. ആ അപ്ലിക്കേഷൻസിനകത്ത് IRPയുടെ പേര് വെച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി റെഫേഴ്സ് ദ മാറ്റർ ടു ദ ബോർഡ് സീക്കിംഗ് റെക്കമെൻഡേഷൻ ഓഫ് ദ ബോർഡ്. ഓക്കെ, എന്ത് ചെയ്യും, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ബോർഡ് നമ്മുടെ IBCയോട് പറയും, ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരാളെ നിയമിക്കണം, എന്തായിട്ട്, ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് നിയമിക്കണം എന്ന് പറയുന്നു. അവിടെ നോക്കി, വിത്തിൻ 10 days ദ ബോർഡ് ഷാൾ റെക്കമെൻഡ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ദ നെയിം ഓഫ് ദ റെസൊല്യൂഷൻ പ്രൊഫഷണൽ. ആ സമയത്ത് ദ ബോർഡ്, ഇൻസോളൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് എന്ന് പറയുന്ന ബോർഡ് ഈ പറയുന്ന അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ഒരാളുടെ പേര് നിർദ്ദേശിക്കും. മനസ്സിലായോ? അതായത്
ഓപ്പറേഷൻ ക്രെഡിറ്റേഴ്സിന്റെ കേസിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന അപ്ലിക്കേഷൻസിനകത്ത് IRPയുടെ പേര് വെച്ചിട്ടില്ലെങ്കിൽ ഓക്കെ, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ബോർഡിനോട് പറയുന്നു ഇങ്ങനൊരു അപേക്ഷ വന്നിട്ടുണ്ട്, ആ അപേക്ഷയ്ക്കകത്ത് എന്ത് വന്നിട്ടില്ല, ഈ പറഞ്ഞിരിക്കുന്ന റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ പേര് അവിടെ വെച്ചിട്ടില്ല എന്ന് ബോർഡിനെ ഇൻഫോം ചെയ്യുന്നു. ബോർഡ് 10 ദിവസത്തിനുള്ളിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് അവരുടെ കൈവശമുള്ള അവരുടെ പ്രൊഫഷണൽ ഏജൻസിനകത്തുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷണലിനെ എന്തായിട്ട് നിയമിക്കുന്നു, IRP ആയിട്ട് നിയമിക്കുന്നു. മനസ്സിലായി? സോ ആസ് പെർ സെക്ഷൻ, ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണേ. ആസ് പെർ സെക്ഷൻ 13, 14, 15, 16 എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഇപ്പോഴും നമ്മുടെ ഇൻ്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ നമ്മുടെ കമ്പനിക്കകത്തോട്ട് കിടന്നിട്ടില്ല. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് അവർ വന്നിട്ടില്ല. അവർ ആകെ കൂടെ അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ് 13, 14, 15 ആയിട്ട് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ 14, 15, 16 ആണെന്ന് പറഞ്ഞത് ആസ് പെർ സെക്ഷൻ 13. മനസ്സിലായി? ദ നെക്സ്റ്റ് വൺ, okay, the term of interim resolution professional shall continue till the date of appointment of the resolution professional under section 22. അതായത് എത്ര നാൾ വരെ ഈ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ നമുക്ക് കീപ്പ് ചെയ്യാം. മനസ്സിലായി? അവിടെ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്നല്ല പറയണേ, ഇപ്പൊ നിയമിച്ചിരിക്കുന്നതെല്ലാം ആരെ മാത്രമാണ്, ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ മാത്രമാണ്. ആണോ? ഇപ്പൊ നിയമിച്ചിരിക്കുന്നതും ഇപ്പൊ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ മാത്രമാണ്. സോ ഈ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ കാലാവധി എന്ന് പറയുന്നത് ആസ് പെർ സെക്ഷൻ 22 എന്നാണോ നിങ്ങൾ റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അതുവരെ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലാണ്. മനസ്സിലായി? അത് നമ്മൾ വിചാരിച്ച അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും അതിനകത്തൊന്നുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന IRP ഞാനാണ്, ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഞാനാണ്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആവുകയാണെങ്കിൽ എന്നെ തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യാം, റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഞാൻ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി നല്ലപോലെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ടുള്ള ഞാൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, റെസൊല്യൂഷൻ പ്രൊഫഷണൽ ആയിക്കോളും. ആ പേര്, ആ ഇന്ററിം എന്നുള്ള പേര് മാറിക്കിട്ടുമെന്ന് മാത്രം. സോ ഇവിടെ പറഞ്ഞത് അങ്ങനെ സെക്ഷൻ 22 പ്രകാരം എന്നാണോ റെസൊല്യൂഷൻ പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് അതുവരെ മാത്രമേ ആരുടെ കാലാവധി ഉള്ളൂ, ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിന്റെ കാലാവധി ഉള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ആസ് പെർ സെക്ഷൻ 17, ദ മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഡെപ്റ്റർ ബൈ IRP. അതായത് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി ഈ പറയുന്ന ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിക്കകത്തോട്ട് വന്നാൽ അവർ ആദ്യമേ തന്നെ സെക്ഷൻ 17 പ്രകാരം എന്ത് ചെയ്യും, ഈ മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ്, കമ്പനിയുടെ മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് ആരെ ഏറ്റെടുക്കും, ഈ പറഞ്ഞിരിക്കുന്ന ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഏറ്റെടുക്കും. ഓക്കെ, അവിടെ കൺഫ്യൂഷൻ ആവരുത്. ഇന്ററിം തന്നെ വേണമെങ്കിൽ റെസൊല്യൂഷൻ പ്രൊഫഷണലാവാം. ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ കൊടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അങ്ങേരെ മാറ്റിയിട്ട് വേറൊരു റെസൊല്യൂഷൻ പ്രൊഫഷണലിൽ വെക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പം നിങ്ങൾ അങ്ങനെ കൺഫ്യൂസ് ചെയ്യേണ്ട, ഒറ്റ രീതിക്ക് തന്നെ ചിന്തിച്ചാൽ മതി. മനസ്സിലായി? അതായത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അപ്പോയിന്റ് ചെയ്തു, എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ആസ് പെർ സെക്ഷൻ 17 ഈ പറയുന്ന ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഈ കമ്പനിയുടെ കോർപ്പറേറ്റ് ഡെപ്റ്ററിന്റെ മാനേജ്മെന്റ് അഫയേഴ്സ് അങ്ങനെ ഏറ്റെടുക്കാൻ പോവുക. അതിനകത്ത് പറയണം, നോക്കി, ദ മാനേജ്മെന്റ് അഫയേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഡെപ്റ്റർ വെസ്റ്റ് വിത്ത് IRP. കമ്പനിയുടെ എല്ലാ വിധത്തിലുള്ള മാനേജ്മെന്റും ഏറ്റെടുക്കും, IRP ഏറ്റെടുക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ, സസ്പെൻഷൻ ഓഫ് പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ്. നിലവിലുണ്ടാവുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെയോ ഇനിയിപ്പോൾ LLP ആണെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സിന്റെയോ എല്ലാ തരത്തിലുള്ള പവറും സസ്പെൻഡ് ചെയ്യും. ആൻഡ് ദ പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പാർട്ട്നേഴ്സ് എക്സൈസ് ബൈ ദ IRP. എന്നിട്ട് അത് ആര് ചെയ്യാൻ തുടങ്ങും, ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണൽ ചെയ്യാൻ തുടങ്ങും. And the office of the corporate debtor shall report to the IRP. ആ കോർപ്പറേറ്റ് ഡെപ്റ്ററിന്റെ ഓഫീസ് സ്റ്റാഫുകൾ ആരൊക്കെയാണോ അവർ ആരെ റിപ്പോർട്ട് ചെയ്യണം, IRPയിലോട്ട് റിപ്പോർട്ട് ചെയ്യണം. ആൻഡ് ദ ഓഫീസേഴ്സ് ഓഫ് ദ കോർപ്പറേറ്റ് ഡെപ്റ്റർ ഷാൾ പ്രൊവൈഡ് ടു IRP all documents and records. എല്ലാ തരത്തിലുള്ള IRP ആവശ്യപ്പെടുന്ന എല്ലാ തരത്തിലുള്ള റെക്കോർഡ്സും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സോ ബാക്കിയുള്ള റെക്കോർഡ്സോ ആയിരിക്കാം, അത് ആർക്കും ഏൽപ്പിക്കണം, IRPയിലോട്ട് ഏൽപ്പിക്കണം. ആൻഡ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ആക്ട് ആസ് ഇൻസ്ട്രക്ഷൻ ഓഫ് IRP. അതായത് ആ കോർപ്പറേറ്റ് ഡെപ്റ്ററിന്റെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആര് പറയുന്നത് പോലെ അനുസരിക്കണം, IRP പറയുന്നത് പോലെ അനുസരിക്കണം. ആൻഡ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ ഫർണിഷ് ദ ഇൻഫർമേഷൻ ടു ദ IRP. എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ വരികയാണെങ്കിൽ IRP പറയുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കണം. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജയറാമിൻ്റെ ഒരു സിനിമയില്ലേ, ഈ ഇവരുടെ തറവാട്ടിനകത്തോട്ടൊക്കെ ചെന്ന് എനിക്ക് സിനിമയുടെ കഥാനായകൻ അതിനകത്ത് ചെയ്യുന്നത് പോലെ അങ്ങനൊരു കേസ് ആലോചിച്ചാൽ മതി. ദാറ്റ് മീൻസ് അവിടെ ഈ ഇന്ററിം റെസൊല്യൂഷൻ ആ തറവാട് അങ്ങനെ പോകാൻ നേരത്ത് ഇൻസോൾവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് ഭാഗം വെച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജയറാം ഒരു റെസൊല്യൂഷൻ പ്രൊഫഷണലായിട്ട് പറഞ്ഞത് അല്ലേ. എന്നിട്ട് ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. എന്നിട്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ ആസ് പെർ സെക്ഷൻ 17 എന്ത് ചെയ്യാം, ഓക്കെ, ദ മാനേജ്മെന്റ് ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ കോർപ്പറേറ്റ് ഡെപ്റ്റർ വെസ്റ്റ് വിത്ത് IRP. കംപ്ലീറ്റ് മാനേജ്മെന്റും IRPയുടെ അടിസ്ഥാനത്തിലാവും. എന്നിട്ട് IRP എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന നിലവിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പാർട്ട്നേഴ്സിനെ എല്ലാവരും സസ്പെൻഡ് ചെയ്യും. പിന്നെ
അവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും പാർട്ട്നേഴ്സും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും IRP അങ്ങ് നോക്കും. ഓക്കെ, കൂടാതെ ആ ഓഫീസിനകത്തുള്ള അല്ലെങ്കിൽ ആ കമ്പനിക്കകത്തുള്ള ഓഫീസേഴ്സ് എല്ലാവരും IRPക്കകത്ത് റിപ്പോർട്ട് ചെയ്യണം. അവർ IRP ചോദിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഡോക്യുമെൻസും ആർക്ക് സബ്മിറ്റ് ചെയ്യണം? IRPയിലോട്ട് സബ്മിറ്റ് ചെയ്യണം. ഈവൻ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും ആര് പറയുന്നത് മാത്രമേ IRP പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാവൂ. സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ, സോ ഇത്രയും പ്രോസസ്സാണ് നമ്മളോട് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി നോക്കി പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് IRP. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ IRP ആ മാനേജ്മെന്റിലോട്ട് കടന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് IRPക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു ആണോ? ഇനി എന്തൊക്കെ കാര്യങ്ങൾ IRPക്ക് ചെയ്യാം? ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഫസ്റ്റ് വൺ നോക്കി, എക്സിക്യൂട്ട് ഓൾ ഡീഡ്സ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ്. And the second one, take such actions as may be specified by the board. And third one, authority to access electronic records from the information utilities. And the fourth one, authority to access records with the government authorities, auditors and other persons. And the last one, comply with the requirements under any law on behalf of the corporate debtor. കോർപ്പറേറ്റ് ഡെപ്റ്റർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് ഡെപ്റ്റർക്ക് വേണ്ടിയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ഡെപ്റ്റർക്ക് ബദലായിട്ട് പ്രവർത്തിക്കാം. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഈ IRPനെ അപ്പോയിന്റ് ചെയ്തു. IRPനെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം മാനേജ്മെന്റ് IRPയോട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞതിനകത്ത് പറഞ്ഞത്. ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ് IRPയുടെ പവേഴ്സ് നോക്കി, എക്സിക്യൂട്ട് ഓൾ ഡീഡേഴ്സ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ്. സെക്കൻഡ് വൺ, ടേക്ക് സച്ച് ആക്ഷൻസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദ ബോർഡ്. ദാറ്റ് മീൻസ് ഒരു പൂർണ്ണ അധികാരം ആർക്ക് കൊടുക്കണേ? IRP എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കണേ. മനസ്സിലായി? ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രൊഫഷണലിന് ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷണലിന് എന്ത് ചെയ്യാൻ പോവാ? ഒരു പൂർണ്ണ അധികാരം അങ്ങ് കൊടുക്കാൻ പോവാം. ഓക്കെ, സോ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഇതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞു. ആ ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഈ പറഞ്ഞിരിക്കുന്ന ഇൻസോളൻസി റെസൊല്യൂഷൻ പ്രൊഫഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മൊറട്ടോറിയം പീരീഡ് വേണം, പബ്ലിക് അനൗൺസ്മെന്റ് ഉണ്ടാവണം. എന്നതിന് ശേഷം മാത്രമേ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷനിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞത് ഫിനാൻഷ്യൽ ക്രെഡിറ്റേഴ്സോ കോർപ്പറേറ്റ് ഡെപ്റ്റേഴ്സോ ആണെങ്കിൽ അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന IRPനെ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് IRP ആക്കാം. ഇനി ഓപ്പറേഷൻ ഡെപ്റ്റേഴ്സ് കൊടുക്കുന്ന അപേക്ഷയിൽ IRPയുടെ പേര് വെച്ചിട്ടില്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ബോർഡിനോട് പറയുന്നു, എനിക്ക് ഇങ്ങനൊരു കമ്പനി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, സോ നിങ്ങളൊരു ഒരാളെ ഒരു IRPനെ തരണം എന്ന് പറഞ്ഞിട്ട് ബോർഡിനോട് പറയുന്നു. ബോർഡ് ഒരു 10 ദിവസത്തിനുള്ളിൽ ആ സാധനങ്ങൾ തരുന്നു. അങ്ങനെ IRPനെ അപ്പോയിന്റ് ചെയ്താൽ, ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷനിനെ അപ്പോയിന്റ് ചെയ്താൽ, അയാൾ എന്നാണോ RP ആവുന്നത്, റെസൊല്യൂഷൻ പ്രൊഫഷനിലാവുന്നത്, അതുവരെ അങ്ങേരുടെ ടേം ഓഫ് ഓഫീസ് അവൈലബിൾ ആയിരിക്കും. മനസ്സിലായി? അവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഇന്ററിം റെസൊല്യൂഷൻ പ്രൊഫഷനല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി റെസൊല്യൂഷൻ പ്രൊഫഷനിൽ തന്നെയാവും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് എന്താവുന്നത്, എന്നെ മാറ്റിയിട്ട് വേറെ ആളെ വെക്കുന്നത്. അത് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ ബാക്കി ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം.